അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഞ്ചൽ കൊച്ചുകുരുവിക്കോണത്ത് സെക്യൂരിറ്റി ജീവനക്കാരൻ കുത്തേറ്റ് മരിച്ചു. 2 പേർക്ക് പരിക്ക്. ബിവറേജസ് കോർപ്പറേഷൻ സെക്യൂരിറ്റി ജീവനക്കാരൻ ഭാസിയാണ് മരിച്ചത്. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കുണ്ടറയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. പഞ്ചായത്ത് അംഗത്തിനെതിരെ പോക്സോ കേസും റിമാൻഡും. കൊറ്റങ്കര പഞ്ചായത്ത് 21ാം വാർഡംഗം മണിവർണ്ണനെതിരെയാണ് നടപടി. ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രഥമാധ്യാപകനെ തടഞ്ഞുവെച്ച് പ്രതിഷേധം. കുട്ടികൾക്കെതിരായ അക്രമം, PTA തെരഞ്ഞെടുപ്പിലെ അഴിമതി തുടങ്ങിയവ ആരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. സെക്യൂരിറ്റി ജീവനക്കാരൻ കുത്തേറ്റ് മരിച്ചു. അഞ്ചൽ കൊച്ചുകുരുവിക്കോണത്താണ് സംഭവം. ബിവറേജസ് കോർപ്പറേഷൻ സെക്യൂരിറ്റി ജീവനക്കാരൻ ഭാസിയാണ് മരിച്ചത്. അക്രമത്തിൽ ഭാസിയുടെ മകനും ഒപ്പമുണ്ടായിരുന്നയാൾക്കും കുത്തേറ്റു. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഞ്ചൽ കൊച്ചുകുരുവിക്കോണം ബിവറേജസ് ബിൽഡിംഗിന്റെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കുത്തേറ്റു മരിച്ച അഞ്ചൽ നെടിയറ സ്വദേശി 60 വയസ്സുള്ള ഭാസി. സെക്യൂരിറ്റി ജീവനക്കാരനായ ഭാസി, ഇയാളുടെ മകൻ മനോജ്, ഇവർക്കൊപ്പമുണ്ടായിരുന്ന വിഷ്ണു എന്നിവർക്കാണ് കുത്തേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പുലർച്ചെയാണ് ഭാസി മരണമടഞ്ഞത്. അഞ്ചൽ കൊച്ചുകുരുവിക്കോണത്ത് പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ പിൻവശത്തെ സിമന്റ് ഗോഡൌണിലാണ് 3 പേരെയും കുത്തേറ്റ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി കുത്തേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവത്തിൽ കൊച്ചുകുരുവിക്കോണം സ്വദേശിയായ ജയചന്ദ്രൻ പിള്ള എന്നയാളെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുന്നത്തൂർ പാലത്തിൽ നിന്നും കല്ലടയാറ്റിലേക്ക് ചാടിയ യുവതിയെ രക്ഷപ്പെടുത്തി. ശാസ്താംകോട്ട ഫയർ ആൻഡ് റെസ്ക്യൂ സ്കൂബ സംഘമാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. കുന്നത്തൂർ സ്വദേശിയാണ് യുവതി. കുന്നത്തൂർ പാലത്തിൽ നിന്നും കല്ലടയാറ്റിലേക്ക് ചാടിയ കുന്നത്തൂർ സ്വദേശിയായ യുവതിയാണ് രക്ഷപ്പെടുത്തിയത്. ശാസ്താംകോട്ട ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മിഥിലേഷ് M. കുമാർ, സണ്ണി, ഗോപകുമാർ, ഹോംഗാർഡുമാരായ ബിജുകുമാർ, G. പ്രദീപ് എന്നിവരടങ്ങിയ സ്കൂബ സംഘമാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്. ബോധരഹിതയായ യുവതിക്ക് CPR നൽകിയ ശേഷം പുത്തൂർ പോലീസിന്റെ വാഹനത്തിൽ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കൃത്യസമയത്ത് നൽകിയ CPR ഫലം കണ്ടതിനാലാണ് യുവതിയുടെ ജീവൻ രക്ഷിക്കാനായതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ചവറ തലമുകിൽ സെന്റ് അഗസ്റ്റിൻസ് LP സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ആദരവ്, എൻഡോമെന്റ് വിതരണം, കലാപരിപാടികൾ തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി. ചവറ തലമുകിൽ സെന്റ് അഗസ്റ്റിൻസ് LP സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. ഇതോടനുബന്ധിച്ച് എൻഡോമെന്റ് വിതരണവും സംഘടിപ്പിച്ചു. നൂൺമീൽ ഓഫീസർ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കാലയളവിലെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ച പലരുമാണ് ഇന്ന് ഉന്നതങ്ങളിൽ ഇരിക്കുന്നത്. അന്നൊന്നും ഇതുപോലെ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോ വലിയ ബസ്സുകളോ ഒന്നും ഇല്ലായിരുന്നു. പലരും വളരെയധികം ദൂരത്തിൽ നടന്നുപോയും ബസ്സുകൾ കയറിയൊക്കെ പോയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവരൊക്കെ ഇന്ന് ഉന്നതങ്ങളിൽ ഇരിക്കുന്നു. അതൊക്കെ അന്നത്തെ ഇപ്പോഴത്തെ ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മേന്മയാണ്. അപ്പോൾ ഈ പൊതുവിദ്യാലയങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികളെ വിടാൻ നമ്മൾ ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുക. അടുത്ത ഈ സ്കൂൾ വർഷം അവസാനിക്കാറായി. അടുത്ത സ്കൂൾ വർഷത്തിൽ ഇതിനേക്കായി 10 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ അധികം എത്തിയാൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ലോക്കൽ മാനേജർ ഫാദർ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വലിയ ഉന്നതന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ പഠിച്ചു പോയി. 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അന്ന് 3000 കുട്ടികളൊക്കെ പഠിച്ചിരുന്ന ഒരു സ്കൂളാണ്. കേട്ടിട്ടുണ്ടോ? കണിയാങ്കട സ്കൂൾ. അതേപോലെ തന്നെ നമ്മുടെ പള്ളിയോട് ചേർന്ന പള്ളിക്കൂടങ്ങളെല്ലാം പള്ളിയോളം പഴക്കമുള്ള സ്കൂളുകളാണ്. പക്ഷേ ഈ മാതാപിതാക്കൾ പിന്നീട് മറന്നുപോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. വന്ന വഴി മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യം. നിങ്ങളുടെ മക്കൾക്ക് എന്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കുന്നില്ല? ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കുന്ന ചോദ്യമല്ല. ഇപ്പോൾ ഒരു മോഡേൺ ട്രെൻഡ് അങ്ങനെ ആയിരിക്കുകയാണ്.
പക്ഷേ ഏറ്റവും അനുയോജ്യമായ സാഹചര്യം മക്കൾക്ക് കൊടുക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ് ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും കോർപ്പറേറ്റും ഒക്കെ. പക്ഷെ കുട്ടികളെ കിട്ടുന്നില്ല. എല്ലാവർക്കും ഇന്ന് ഇവിടെ ഇംഗ്ലീഷിന് വല്ല കുറവുണ്ടോ? സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ജോസ്ലിൻ സ്വാഗതം പറഞ്ഞു. പ്രഥമാധ്യാപിക സിസ്റ്റർ ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ നോൺ-മീൽ ഓഫീസർ ഗോപകുമാറിനെ ആദരിച്ചു. ഫാദർ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിസ് ആദരവ് നിർവഹിച്ചു. താന്നിമൂട് വാർഡംഗം ഒ വിനോദ്, ഭരണിക്കാവ് വാർഡംഗം വസന്തകുമാർ, BRC ട്രെയിനർമാരായ മേരി ഉഷ, അശ്വതി, വിദ്യാർത്ഥി പ്രതിനിധി അമയ റോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. PTA പ്രസിഡന്റ് റിനു ഹരിദാസ് സമ്മാനദാനവും എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി. 1. ഉള്ളു തുറന്ന് ചിരിക്കുക. 2. സത്യത്തെ പിന്തുടരുക. 3. എല്ലാവരെയും ബഹുമാനിക്കുക. 4. സ്വയം വിശ്വസിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസം സമ്പാദിക്കുക. 5. ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. 6. മനസ്സറിഞ്ഞ് സഹായിക്കുക. 7. നല്ല കാര്യങ്ങൾ അംഗീകരിക്കുക. അധ്യാപികയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ക്ലാസ് നിശബ്ദമായി. ന്യൂസ് ബ്യൂറോ, ചവറ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ് റോഡ് ഷോ നടത്തി. ഓച്ചിറയിലെത്തിയ സ്ഥാനാർത്ഥിക്ക് LDF നേതാക്കളും ജനപ്രതിനിധികളും ചേർന്ന് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. ഓച്ചിറയിൽ നിന്നും ദേശീയപാതയിലൂടെ റോഡ് ഷോ ആയി എത്തിയ ആരിഫ് ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ഇടതുപക്ഷ യുവജന സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകരുടെയും ഇരുചക്രവാഹനങ്ങളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിലെത്തിയ AM ആരിഫ് റോഡിന്റെ ഇരുഭാഗത്തും തടിച്ചുകൂടിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. ആലപ്പുഴ മണ്ഡലത്തിന്റെ സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനകീയ MP ആയി ഉയർന്ന ജനഹൃദയങ്ങളിൽ ചേക്കേറിയ അദ്ദേഹം വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഓച്ചിറയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചങ്ങൻകുളങ്ങര, വവ്വാക്കാവ്, പുത്തൻതെരുവ്, പുതിയകാവ് എന്നിവിടങ്ങളിലൂടെ കരുനാഗപ്പള്ളി ടൗൺ ചുറ്റി കന്നേറ്റിയിലാണ് സമാപിച്ചത്. LDF നേതാക്കളായ സൂസൻ കോടി, R സോമൻപിള്ള, PK ബാലചന്ദ്രൻ, C രാധാമണി, PR വസന്തൻ, PK ജയപ്രകാശ്, MS താര, ജഗജ്ജീവൻ ലാലി, കൃഷ്ണകുമാർ, I ഷിഹാബ്, കടത്തൂർ മൻസൂർ, അബ്ദുൽ സലാം അൽഹന, ഷിഹാബ് എസ് പൈനുമൂട്, ചന്ദ്രൻ, സൈനുദ്ദീൻ, ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുണ്ടറയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പഞ്ചായത്ത് അംഗത്തിനെതിരെ പോക്സോ കേസ് ചുമത്തി. ഇയാളെ റിമാൻഡ് ചെയ്തു. കൊറ്റങ്കര പഞ്ചായത്ത് 21-ാം വാർഡംഗം മണിവർണ്ണനെയാണ് റിമാൻഡ് ചെയ്തത്. പെൺകുട്ടിയുടെ മാതാവിന്റെ പരാതിയിലാണ് നടപടി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പിടിയിലായ പഞ്ചായത്ത് അംഗത്തിനെതിരെ പോക്സോ ചുമത്തി. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കൊറ്റങ്കര പഞ്ചായത്ത് 21-ാം വാർഡംഗം PS മണിവർണ്ണനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന മാതാവിന്റെ പരാതിയിൽ മണിവർണ്ണനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇന്നലെ കോടതിയിൽ ഹാജരാകണമെന്ന നിബന്ധനയോടെ ജാമ്യം നൽകിയിരുന്നു. തുടർന്ന് ഇന്നലെ കോടതിയിൽ ഹാജരായ മണിവർണ്ണനെതിരെ കുണ്ടറ പോലീസ് കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് പോക്സോ കേസ് ചുമത്തിയത്. മണിവർണ്ണന്റെയും പെൺകുട്ടിയുടെയും മൊബൈൽ ഫോണിലെ കോൾ റെക്കോർഡ് പരിശോധിച്ച പോലീസ് രാത്രി 12 മണിക്ക് ശേഷം ഉൾപ്പെടെയുള്ള 1000-ഓളം വിളികൾ നടത്തിയതായി കണ്ടെത്തി. ഇത് പോക്സോ കേസിൽ സമൂഹ മാധ്യമം വഴി കുട്ടികളെ ശല്യപ്പെടുത്തൽ വകുപ്പിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന് പോലീസ് അറിയിച്ചു. തുടർന്ന് പ്രതിയെ പോക്സോ കോടതിയിൽ ഹാജരാക്കി മാർച്ച് 12 വരെ റിമാൻഡ് ചെയ്തു. 24-ന് വൈകിട്ട് 4:30-നാണ് കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായത്. തുടർന്ന് മാതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണിവർണ്ണൻ കാറിൽ കൊണ്ടുപോയതായി കണ്ടെത്തി. മണിവർണ്ണൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയതായി പോലീസിന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ജില്ലാ സമ്മേളനങ്ങൾ നടത്തി. വിവേകോദയം സ്കൂളിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം നിർവഹിച്ചു. ജീവൻ നടത്തറയുടെ അധ്യക്ഷതയിൽ സമിതി സംസ്ഥാന പ്രസിഡന്റ് അയത്തിൽ അൻസർ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ജനറൽ സെക്രട്ടറി ഷീല ഹരിദാസ് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് KK രാജീവൻ, സെക്രട്ടറിമാരായ കൊല്ലം സുഗു, സുരേഷ് K കരുൺ, രക്ഷാധികാരി സത്യഭാമ ടീച്ചർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സാനി ചക്കാലയ്ക്കൽ, ആന്റണി പന്തലുകാരൻ, ജില്ലാ സെക്രട്ടറി ഗോപി ആലത്ര, ജില്ലാ ട്രഷറർ MA അബൂബക്കർ, സുന്ദരൻ കുന്നത്തുള്ളി, D നിർമ്മല, ജില്ലാ പ്രസിഡന്റ് CO ജേക്കബ്, MA ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നാൽ പോലും ഒരു കേവല രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള സംഘടനയായിട്ടല്ല ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ
അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു, അതാണ് എനിക്കും ശ്രദ്ധേയമായി തോന്നിയത്, ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യാവകാശ സംഘടന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അധികാരമില്ലാത്തവരുടെ ഭാഗത്താണ് അവർ നിൽക്കുക. കാരണം ഭരണകൂടം എന്ന് പറയുന്നത്, സർക്കാർ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഭരണാധികാരി മോളിൽ ഇരുന്ന് ഭരിച്ചാൽ പോലും ഈ സംവിധാനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഭരണാധികാരികളെ വിമർശിക്കുകയും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അവർക്ക് നമ്മളിൽ നിന്ന് നൽകിയ അധികാരം അവർ നമുക്ക് മേൽ തെറ്റായ രീതിയിൽ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പൗരന്റെ ശബ്ദമായി മാറുക. ന്യൂസ് ബ്യൂറോ, പള്ളിമുക്ക. വികസന സെമിനാറും പ്രവൃത്തി പരിചയ പരിശീലനവും സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഓച്ചിറ ഗവൺമെന്റ് ITI എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓച്ചിറ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ദീപ്തി CK ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഓച്ചിറ ഗവൺമെന്റ് ITIയുടെയും ഡെവലപ്മെന്റ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വികസന സെമിനാറും പ്രവൃത്തി പരിചയ പരിശീലനവും സംഘടിപ്പിച്ചത്. ഓച്ചിറ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ CK ദീപ്തി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ITI പ്രിൻസിപ്പൽ സാജു PS അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി A ഷമീറ സ്വാഗതം പറഞ്ഞു. ഇൻസ്ട്രക്ടർമാരായ R അനുമോൾ, ബാലു R കൃഷ്ണ, PTA പ്രസിഡന്റ് R സിന്ധു, PTA വൈസ് പ്രസിഡന്റ് ഹരിദാസ്, ട്രെയിനീസ് പ്രതിനിധി രേവതി തുടങ്ങിയവർ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സണായ PS അമിൻ ലൈവ് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. കുറഞ്ഞ ചെലവിൽ LED ബൾബ് നിർമ്മാണം, ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ പരസ്യ പ്രദർശനത്തിന് ഏറ്റവും ഉപയോഗപ്പെടുന്ന സ്ക്രോളിംഗ് ഡിസ്പ്ലേ ബോർഡ് നിർമ്മാണം എന്നിവയെക്കുറിച്ചും ക്ലാസ് എടുത്തു. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ കൂടുതൽ ടെക്നിക്കൽ സൈഡ്, ടെക്സ്റ്റ്വൽ നോളജ് മാറ്റി വെച്ചിട്ട് എപ്പോഴും ടെക്നിക്കൽ സൈഡ് ചിന്തിക്കുന്നവരായിരിക്കും ITI സ്റ്റുഡൻസ്. അപ്പം നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ 60 പേരിരിക്കുന്നതിൽ ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത കാര്യം ഈ ഒരു ക്ലാസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായി വിചാരിച്ചു. ഇത്രയും ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ സ്ക്രോൾ ബോർഡിൽ ക്ലാസ് എടുക്കുന്നത്. അത് എന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. കാര്യം ഞാൻ 17 വയസ്സ് കഴിഞ്ഞത് തൊട്ട്, അതായത് എഞ്ചിനീയറിംഗ് ലൈഫ് തുടങ്ങുന്നതിന് മുന്നേ തൊട്ട് ഇതൊരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് എന്റെ പഠനത്തോടൊപ്പം ഞാൻ കൊണ്ടുപോയി. ഏകദേശം ഒരു 3-3.5 വർഷമായിട്ട് പേര് ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം തന്നെ പോകുന്നുണ്ട്. പഠനത്തെ ബിസിനസ്സും ബാധിച്ചിട്ടില്ല, ബിസിനസ് പഠനവും ബാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ചന്ദ്രത്തോപ്പ് ഗവൺമെന്റ് ITIയിൽ ED ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് റീചാർജബിൾ LED ബൾബ് നിർമ്മാണ വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ V സജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ED ക്ലബ്ബ് കൺവീനർ R മനോജ് അധ്യക്ഷത വഹിച്ചു. ED ക്ലബ്ബ് കോർഡിനേറ്റർ JU ശംഭു സ്വാഗതം പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ A ഷാജഹാൻ, PTA പ്രസിഡന്റ് മരുതൂർ മത്തായിക്കുട്ടി, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ സുധാകരൻ പിള്ള, ജൂനിയർ സൂപ്രണ്ട് B രജനി എന്നിവർ സംസാരിച്ചു. പ്രശസ്ത നൈപുണ്യ പരിശീലകനും റിട്ടയർഡ് ഗവൺമെന്റ് പോളിടെക്നിക് അധ്യാപകനുമായ CN നടരാജൻ ട്രെയിനികൾക്ക് റീചാർജബിൾ LED നിർമ്മാണ പരിശീലനം നൽകി. ഇതിൽ നിർമ്മിച്ച LED ബൾബുകൾ അഞ്ചാലുമൂട് ഇഞ്ചവിള ഗവൺമെന്റ് വൃദ്ധസദനത്തിന് കൈമാറുമെന്ന് പ്രിൻസിപ്പൽ സജീവ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. കൊല്ലം ആയത്തിൽ വേലായുധ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം 29-ന് നടക്കും. ശതാബ്ദി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടത്തും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ S പത്മകുമാർ സ്വാഗതം പറയും. M നൌഷാദ് MLAയുടെ അധ്യക്ഷതയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ അരുൺ ശങ്കർ, കോർപ്പറേഷൻ കൗൺസിലർമാരായ നസീമ ഷിഹാബ്, അഡ്വക്കേറ്റ് G ഉദയകുമാർ, A അനീഷ് കുമാർ, APTA പ്രസിഡന്റ് A അൻസാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ബിജു ബാഹുലയൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൊല്ലം സുഗു എന്നിവർ ആശംസകൾ അർപ്പിക്കും. സ്കൂൾ പ്രഥമാധ്യാപിക AR സജിത നന്ദി പറയും. ശതാബ്ദി ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം, രക്ഷാകർതൃ സമ്മേളനം, സാംസ്കാരിക സദസ്സ്, കലാപരിപാടികൾ, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ നടത്തും. ഫെബ്രുവരി 29-നാണ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ സാറാണ്. അതിൽ അധ്യക്ഷത വഹിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി MLAയുമായിട്ടുള്ള M നൌഷാദ് അവറുകളാണ്. കോർപ്പറേഷൻ കൗൺസിലർമാരായിട്ടുള്ള നസീബ ഷിഹാബ്, G ഉദയകുമാർ, അനീഷ് കുമാർ എന്നിവർ യോഗത്തിൽ ആശംസ അർപ്പിക്കുന്നു. ഈ പരിപാടി വൻ വിജയമാക്കുവാൻ വേണ്ടി ഞങ്ങളെ അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരു പകുതിയോളം പേര് രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാ സേവനങ്ങളും നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വ്യാഴാഴ്ച വരുന്ന ഈ പരിപാടിയിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ MLA ശ്രീ നൌഷാദ് അവറുകളാണ് നമുക്ക് മെയിനായിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ പത്മകുമാർ, സ്കൂൾ പ്രഥമാധ്യാപിക AR സജിത, PTA പ്രസിഡന്റ് A അൻസർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കൊല്ലം സുഗു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്കൂൾ പ്രഥമാധ്യാപകനെ തടഞ്ഞുവെച്ച പ്രതിഷേധം. ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം.
കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ പ്രിൻസിപ്പലിനെ പ്രതിഷേധക്കാർ തടഞ്ഞു. PTA തെരഞ്ഞെടുപ്പിൽ അഴിമതി നടന്നെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലിനെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചത്. കുട്ടികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയും PTA തെരഞ്ഞെടുപ്പിലെ അഴിമതി ആരോപിച്ചും സ്കൂൾ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെയുമായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർ എത്തിയതോടെ ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ച പ്രിൻസിപ്പലിനെ പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ഞങ്ങളൊന്നും വിഷയം ഉണ്ടാക്കാൻ വന്നതല്ല. മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾ ഈ സ്കൂളിൽ പോകണമെങ്കിൽ സ്കൂളിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് റിക്വസ്റ്റ് മേടിച്ച് നിങ്ങൾ പോയിക്കണം. അതിനുള്ള നടപടി ഞങ്ങൾ ചെയ്തു തരാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. രക്ഷകർത്താക്കളെല്ലാം നമ്മൾ പേരൻസ് എല്ലാം ജനപ്രതിനിധികളെ വിളിക്കുക. സ്കൂളിലോട്ട് എങ്ങനെ വിടും? അവർക്ക് ഭയമായി സ്കൂളിലോട്ട് വിടാനിപ്പം. ഈ 4 വർഷം കാലം കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളാണെന്ന് പറയും ഇതെല്ലാം. ഇവിടെ PTA മെമ്പറായിട്ട് ഇരിക്കുന്ന പ്രകാശന്റെ കടയിൽ മാത്രമേ പോകൂ, വേറെ എങ്ങും പോകരുത്. പ്രിൻസിപ്പലിന്റെ ഉത്തരവ്. പ്രിൻസിപ്പൽ പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ തയ്യാറാകാത്തതും ബഹളത്തിന് കാരണമായി. തുടർന്ന് ശൂരനാട് CI നിതീഷ് ലാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയാണ് പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ചത്. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് PS അനുതാജ്, ശൂരനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ നളിനാക്ഷൻ, പ്രസന്നൻ വില്ലാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലക്ഷ്മി, മിനി സുദർശൻ, ദിലീപ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ശൂരനാട് വടക്ക് ആനേടി കൊറ്റിനാട്ടുവിള മൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ശൂരനാട് വടക്ക് ആനേടി കൊറ്റിനാട്ടുവിള മൂർത്തി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഭാഗവത പാരായണം, ദീപാരാധന, ദീപക്കാഴ്ച, പുല്ലാങ്കുഴൽ സംഗീതം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രസിഡന്റ് P ബാലകൃഷ്ണപിള്ള, സെക്രട്ടറി K സത്യപ്രകാശ്, ഖജാൻജി K തുളസീധരൻ പിള്ള, വിജയൻ പിള്ള, ഓമനക്കുട്ടൻ പിള്ള, ആനേടി ബിനുകുമാർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആനേടി. നീണ്ടകര പുത്തൻതുറ ആൽത്തറമൂട് മഹാദേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി. ഉത്സവം മാർച്ച് 8 സമാപിക്കും. പുത്തൻതുറ ആൽത്തറമൂട് മഹാദേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി. പള്ളിയുണർത്തൽ, നിർമാല്യ ദർശനം, മഹാഗണപതി ഹോമം, കലശപൂജ, തലശുദ്ധി എന്നിവയ്ക്ക് ശേഷമാണ് പൊങ്കാല നടന്നത്. തുടർന്ന് പന്തിരടി പൂജ, നാരായണീയം, ശ്രീഭൂതബലി, നവകം, പഞ്ചഗവ്യം, അന്നദാനം തുടങ്ങിയവയും നടത്തി. ക്ഷേത്രതന്ത്രി അശോക് ശൂലപാണിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രസിഡന്റ് U രാജു, കൺവീനർ R അഭിലാഷ്, സെക്രട്ടറി M സുരേഷ്, ജോയിന്റ് കൺവീനർ ഷാൻ മുണ്ടകത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറ സൗത്ത് ഗുഹാനന്തപുരം ക്ഷേത്രത്തിൽ തിരുവാഭരണ ഘോഷയാത്ര നടത്തി. മഹാശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചാണ് തിരുവാഭരണ ഘോഷയാത്ര നടത്തിയത്. ചവറ സൗത്ത് ഗുഹാനന്തപുരം ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചാണ് തിരുവാഭരണ ഘോഷയാത്ര നടത്തിയത്. ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും ഫ്ലോട്ടുകളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര.
കുളങ്ങരവെളി ദേവീപീഠം വഴി ഗുഹാനന്തപുരം ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് മടത്തിൽമുക്കിൽ ഓട്ടോ ഡ്രൈവേഴ്സ് വരവേൽപ്പ് നൽകി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇതോടനുബന്ധിച്ച് നടത്തി. ക്ഷേത്രത്തിലെ ഉത്സവം മാർച്ച് 8-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ചൽ കൊച്ചുകുരുവിക്കോണത്ത് സെക്യൂരിറ്റി ജീവനക്കാരൻ കുത്തേറ്റ് മരിച്ചു. 2 പേർക്ക് പരിക്ക്. ബിവറേജസ് കോർപ്പറേഷൻ സെക്യൂരിറ്റി ജീവനക്കാരൻ ഭാസിയാണ് മരിച്ചത്. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. കുണ്ടറയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. പഞ്ചായത്ത് അംഗത്തിനെതിരെ പോക്സോ കേസും റിമാൻഡും. കൊറ്റങ്കര പഞ്ചായത്ത് 21-ാം വാർഡംഗം മണിവർണ്ണനെതിരെയാണ് നടപടി. ശൂരനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രഥമാധ്യാപകനെ തടഞ്ഞുവെച്ച് പ്രതിഷേധം. നിങ്ങൾ ഈ സ്കൂളിൽ സ്കൂൾ രക്ഷപ്പെടുന്ന സ്കൂളിൽ നിന്ന് റിക്വസ്റ്റ് മേടിച്ച് നിങ്ങൾ പോയിക്കണം. അതിനുള്ള നടപടി ഞങ്ങൾ ചെയ്തുതരാൻ വേണമെങ്കിൽ. കുട്ടികൾക്കെതിരായ അക്രമം, PTA തെരഞ്ഞെടുപ്പിലെ അഴിമതി തുടങ്ങിയവ ആരോപിച്ചായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ സെമിനാറുകൾ തുടങ്ങി നിരവധി പരിപാടികൾ. മാർച്ച് 2-ന് വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും. തുടർന്ന് കോഴിക്കോട് കടപ്പുറത്ത് പൊതുസമ്മേളനത്തിൽ മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുന്നു. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.